ഇപ്പൊ ഫസ്റ്റ് പ്രിഫറൻസ് നമ്മുടെ ജോലിയോ പ്രോജക്റ്റോ അല്ല, CM-ന്റെ മുമ്പിൽ പോയി നിന്ന് മുഖം രക്ഷിക്കുന്നതാ. പിന്നെ അതും വേണ്ടേ? അനന്ത് പൊക്കോ, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം. എനിക്കെൻ്റെ കാര്യങ്ങൾ പറഞ്ഞാലേ പറ്റൂ. എൻ്റെ കാര്യം പറയാനായിട്ട് ഞാനല്ലാതെ വേറെ ആരുള്ളത്? എൻ്റെ വിഷമവും എൻ്റെ മനസ്സും വേറൊരാൾ പോയി പറഞ്ഞാൽ ശരിയാവത്തില്ല. ഇനി പറഞ്ഞാൽ തന്നെ അവർക്കത് മനസ്സിലാവണമെന്നുമില്ല. അതുകൊണ്ട് ഞാൻ തന്നെ പോയി പറഞ്ഞോളാം, ആരോട് വേണമെങ്കിൽ പറഞ്ഞോളാം. അനന്ത് പൊക്കോ. അല്ല, അത് നമുക്ക് ആവശ്യമുള്ളതല്ലേ. അതെ, അങ്ങനെയുണ്ടെങ്കിൽ കൂട്ടനാരെങ്കിലും നാട്ടിൽ നിന്ന് കൊച്ചപ്പനെയോ. അയ്യോ, അവരാരും വേണ്ട. കൊച്ചപ്പൻ എന്നെ വഴിയിൽ എത്തിച്ചു തന്നെ. എനിക്കാരും വേണ്ടാനെന്തോ, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം. ഇനീഷേ, കുഴപ്പമില്ലെന്നേ. ഏയ്, അനന്തം വരാൻ തയ്യാറാണ്. ഞാൻ എങ്ങനെയെങ്കിലും അങ്ങ് എത്തിച്ചോളാം. തിങ്കളാഴ്ച ചൊവ്വാഴ്ച. റഷീന, അതാരും നോക്കിയേ. ആ, ഇല്ലില്ല, വേണ്ട വേണ്ട. ആരാ? ചിറ്റപ്പനുണ്ടോ? ചിറ്റപ്പനോ? അനന്തൻ ചിറ്റപ്പൻ. കുട്ടിയതാ? ഞാൻ പല്ലവി കൃഷ്ണൻ. അനന്തകൃഷ്ണന്റെ ചിറ്റപ്പനാ. മോളിലുണ്ട്. ഓക്കെ. ഹായ് അങ്കിൾ. ഹായ് മോളു. ഇപ്പൊ ഓരോന്നോരോന്നായിട്ട് കേറി വരുവാണല്ലോ. വെറുതെ തുടങ്ങും ഇവിടെ. ആ, കല്യാണം പറയാൻ വന്നായിരിക്കും. നീ ഒരിത്തിരി ചൂടുവെള്ളം ഞെടുക്ക്. ചിറ്റപ്പ, എനിക്ക് ഈ കാര്യത്തിലൊന്നും ഇൻവോൾവ്മെന്റും ഇല്ല, ഇൻട്രസ്റ്റും ഇല്ല. പപ്പയും മമ്മിയും അവരുടെ വേർഷൻ പറയുന്നു, ചിറ്റപ്പന്റെ വേർഷൻ കേൾക്കുമ്പോൾ അതും ജനുവിനാ. വാട്ട് എവർ മേ ബി, ചിറ്റപ്പൻ ഇവിടെ ഇങ്ങനെ ഒരു റെഫ്യൂജിയായി താമസിക്കേണ്ട ആവശ്യമില്ല. എനിക്കും കുടുംബത്തിനും ജീവിക്കാൻ കാരണവന്മാര് പണിതൊരു വീടുണ്ട്. ആ കിടപ്പാടാ കള്ള വിൽപ്പത്രം ഉണ്ടാക്കി നിന്റെ പപ്പ കൈക്കലാക്കാൻ ശ്രമിക്കുന്നത്. എന്ത് ന്യായമാ അവരുടെ വേർഷനിലുള്ളത്? മോള് പറ. പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടല്ല മോളെ, ഗതി കെട്ടിട്ടാ ഞാൻ കേസ് കൊടുത്തത്. അതാ ഇപ്പൊ ഏറ്റവും വലിയ തെറ്റായത്. ലീവ് ഇറ്റ് ചിറ്റപ്പ, ഞാനിപ്പോ ഇതൊന്നും കേട്ടിട്ട് ഒരു കാര്യമില്ല. ചിറ്റപ്പനുള്ളതാണെങ്കിൽ ചിറ്റപ്പൻ എടുത്തോ. എനിക്ക് വീടും വേണ്ട, പപ്പയുടെ മമ്മയുടെ ബാങ്ക് ബാലൻസും വേണ്ട. പിന്നെ ഒരു കാര്യം, ചിറ്റപ്പനൊരു വാടക വീട് പോലും കിട്ടാതെ ഇങ്ങനെ അന്യവരെ വീട്ടിൽ വന്ന് താമസിക്കേണ്ടി വന്നതിന് പപ്പയും മമ്മിയും അല്ല ഉത്തരവാദി. അതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ആൻസി കുഞ്ഞമ്മയ്ക്കാണ്. അതിൽ അവരെ വിട്ടേക്ക്. മോളെ, നിനക്ക് അറിയില്ല ഒന്നും അറിഞ്ഞുകൂടാ. ആൻസി കുഞ്ഞമ്മ നിരപരാധിയാ. മോളത് വിശ്വസിക്കണം. അല്ലേലും എനിക്കതൊന്നും ഒരു ഇഷ്യൂ അല്ല ചിറ്റപ്പ. കുഞ്ഞമ്മയോട് എനിക്ക് ഒരു കാര്യത്തിലെ വിഷമമുള്ളൂ. ഋഷി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ചൈൽഡ്ഹുഡ് മുതൽ എനിക്കറിയാം. എൻ്റെ വുഡ് ബി ആണ്.
അവനെക്കുറിച്ച് മോശമായി പറഞ്ഞപ്പോ എനിക്ക് ദേഷ്യം വന്നു. ഇക്കാര്യത്തിൽ ഞാൻ ഇനി എന്ത് പറയാനാ? മനസ്സിന്റെ ചർച്ചയാ മാരീഡ് ലൈഫിൽ ഏറ്റവും പ്രധാനം, ക്യാരക്ടറിനേക്കാളും ഇമ്പോർട്ടന്റ്. നാളെ നിങ്ങളുടെ വിവാഹമല്ലേ? ചിറ്റപ്പ, ഞാൻ ആരോടും പറയാതെ വന്നത് ചിറ്റപ്പന്റെ ബ്ലെസ്സിങ്സ് ഇല്ലെങ്കിൽ എന്റെ മാരേജ് ലൈഫ് കംപ്ലീറ്റ് ആവില്ല എന്ന് ഫീൽ ചെയ്തിട്ടാ. പ്ലീസ് ചിറ്റപ്പ, ചിറ്റപ്പൻ എന്നെ അനുഗ്രഹിക്കണം. മോളെ എന്താ മോളെ ഇത്? മോക്ക് എന്നും എൻ്റെ അനുഗ്രഹം ഉണ്ടാവും. എന്നും എൻ്റെ മോക്ക് നല്ലതേ വരും. സന്തോഷവും സമാധാനവും മാത്രമേ ഉണ്ടാവൂ. താങ്ക്സ് ചിറ്റപ്പ. അന്ന് ഞാൻ കാണാൻ വന്നപ്പോ നമ്മൾ തമ്മിൽ 2-3 പ്രാവശ്യം കണ്ടിട്ടുള്ളൂ എന്ന് ചോദിച്ചില്ലേ? മോൾ അത്രയൊക്കെ കണ്ടിട്ടുള്ളൂ. +1 കഴിഞ്ഞിട്ടല്ലേ മോൾ ലണ്ടനിലേക്കൊക്കെ പോയത്. അതിനു മുമ്പേ ഞാൻ ആൻസിയോട് പോലും പറയാതെ മോളെ കാണാൻ വന്നിട്ടുണ്ട്. എന്നെ വീട്ടിൽ കയറ്റില്ലല്ലോ. സ്കൂൾ വിടുന്ന നേരത്തെ ഞാൻ മാറി എന്ന് മോളെ കാണും. അങ്ങനെ എത്ര തവണ കണ്ടിട്ടുണ്ടെന്ന് കണക്കൊന്നുമില്ല മോളെ. അന്നേ എന്റെ മോളാന്ന് പറഞ്ഞപ്പോ നീ തെളിയിക്കണമെന്നൊരു ചോദ്യം ചോദിച്ചില്ലേ? സത്യം പറഞ്ഞ അതേ ഇതിനകത്തൊരു പിടപെടപ്പായിരുന്നു. സത്യം പറഞ്ഞ അതിപ്പോഴാ മാറിയത്. നീ നല്ല കുട്ടിയാ, മോഹൻ നല്ലതേ വരൂ. വിഷ് യു എ വെരി ഹാപ്പി മാരീഡ് ലൈഫ്. മോള് പൊക്കോ, സന്തോഷമായിട്ട് പൊക്കോ. നീ ഇത് എവിടെയായിരുന്നു മോളെ? എനിക്ക് 1-2 പേരെ കാണാനുണ്ടായിരുന്നു പപ്പ. നീ ഋഷിയെ കണ്ടോ? ഇല്ല. നീ ഫോൺ എന്തിനാ സ്വിച്ച് ഓഫ് ചെയ്തത്? മോളെ, നീ എവിടെ പോയിരുന്നടി? ചിറ്റപ്പനെ കാണാൻ പോയിരുന്നു. ചിറ്റപ്പനെയോ? ദേ ഇവള് ചിറ്റപ്പനെ കാണാൻ. നീ അവനെ എവിടെ പോയി കാണാനാ? വാടകക്കാരെ ഇറക്കി വിട്ടില്ലേ അവനെ? ഇറക്കി വിട്ടതും പിടിച്ചതൊന്നും എനിക്കറിയില്ല. ഒരുപാട് കഷ്ടപ്പെട്ട് എന്നെ ചിറ്റപ്പൻ താമസിക്കുന്ന സ്ഥലം ഞാൻ കണ്ടുപിടിച്ചത്. നീ എന്തിനാ അവനെ കാണാൻ പോയത്? എന്റെ കല്യാണല്ലേ നാളെ. പപ്പയുടെ സ്ഥാനല്ലേ ചിറ്റപ്പന്. സോ ബ്ലെസ്സിങ് വാങ്ങണം തോന്നി. കല്യാണം മുടക്കാൻ നടന്നവന്റെ തന്നെ ബ്ലെസ്സിങ് വാങ്ങണം അല്ലേ? എന്നിട്ട് അനുഗ്രഹിച്ചോ? അനുഗ്രഹിച്ചു, നല്ലപോലെ അനുഗ്രഹിച്ചു. തലയിൽ കൈവച്ച് ജെന്യുവൻ ആയിട്ട്. ശാപിച്ചിട്ടുണ്ടാവും. ചേട്ടന്റെ ഫോണ് നശിച്ചു പോട്ടെ എന്നും പറഞ്ഞു. പപ്പ, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കുറച്ച് നല്ല മൊമെന്റ്സിന്റെ ഹാങ് ഓവറില ഞാൻ. ദൈവത്തെ ഓർത്ത് നശിപ്പിക്കരുത് പ്ലീസ്. ഗുഡ് നൈറ്റ്.
ഞാൻ ഒരു കാര്യം നിങ്ങളോട് ഓപ്പൺ ആയിട്ട് ചോദിച്ചോട്ടെ. യെസ്. കൺസ്ട്രക്ഷൻസ് മാത്രമല്ല, പലയിടത്തായിട്ട് കുറേ ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്. ഓ, പല്ലവി അക്കൗണ്ടൻസിയും ബിസിനസ് മാനേജ്മെന്റ് ഒക്കെ പഠിപ്പിച്ചത് ഒരുപാട് ലക്ഷ്യങ്ങൾ വെച്ചോണ്ടാ. അപ്പോഴല്ലേ ഈ പ്രണയം? അല്ല, അതുകൊണ്ട് നല്ലതേ സംഭവിച്ചിട്ടുള്ളൂ കേട്ടോ. അല്ല, ഋഷി പഠിച്ചതും ബിസിനസ് തന്നെയല്ലേ? ഞാൻ പറഞ്ഞു വരുന്നത് ഋതുവിന് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. പല്ലവിയുടെ അച്ഛൻ തുറന്നു പറഞ്ഞോളൂ എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. ഈ വിവാഹം കഴിഞ്ഞ് മകളെ ഇവിടെ പിടിച്ചു നിർത്തുന്നു എന്ന രീതിയിൽ ചിന്തിക്കരുത്. എന്റെ ബിസിനസ് ഏറ്റെടുക്കാൻ പ്രാപ്തിയും അർഹതയുമുള്ള ഒരു പയ്യനെ കൂടെ നിർത്തുന്നു, അതും എനിക്ക് പകരക്കാരനായിട്ട്. ഓ, അങ്ങനെ. അല്ല, അവരവിടെ നിന്നാലും എനിക്ക് വിരോധമൊന്നുമില്ല. അതാണല്ലോ നാട്ടു നടപ്പ്. എന്നാലും പിള്ളേരെ ഈ പ്രായത്തിൽ അങ്ങും അങ്ങുമായിട്ട് നിർത്തുന്നത് നമ്മൾ അവരോട് ചെയ്യുന്ന ദ്രോഹമല്ലേ? അല്ലേ ചിത്ര? അവരിവിടെ നിൽക്കുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല കേട്ടോ. അടുത്തല്ലേ, എപ്പോ വേണേലും അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാം. അല്ല, ഇനി ഋഷിക്ക് ഈഗോ തോന്നുമോന്നാ? അവനോട് ഞാൻ പറഞ്ഞോളാം. പല്ലവി നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം. അയ്യോ, പറഞ്ഞ പിന്നെ അതുപോലെ അനുസരിക്കുന്ന മോളാ. ഋഷിയെ ഞാൻ പറഞ്ഞു മനസ്സിലായിക്കോളാം, അതിലൊരു ടെൻഷനും ശരി വേണ്ട. ശരി ശരി. വാ, നമുക്ക് അകത്തോട്ടിരിക്കാം. ആ ശരി. ഹലോ, ആ കയ്യിലുള്ളത് ഇത്തിരി പ്രശ്നമായി പോയി, അതാ ഒന്ന് സ്ട്രക്കായി പോയത്. ജീവിതത്തിലൊരു കണക്കുകൂട്ടൽ ഉണ്ടാകണമെങ്കിൽ കണക്കു പുസ്തകം വേണം ഷെൽഫിൽ, നിറയെ നിരയായി. ആ കൊച്ചുമാഷ ഇപ്പൊ വന്നു. മമ്മി ഉണ്ടോ കൂടെ? മമ്മി ഇല്ലാതെ കൊച്ചുമാഷ് ഒറ്റയ്ക്ക് വരുമോ? മോനെ മക്കളെ, കൊച്ചുമാഷ് ഒറ്റയ്ക്കാണ് വന്നത്, ഒറ്റയ്ക്കാണ് പോകാൻ പോകുന്നത്. കൊച്ചുമാഷിനെ നാട്ടുകാരിട്ടേക്കുന്ന പേരെന്താ? ആ, എനിക്കറിയാം, പൈത്തഗോറസ് എന്നല്ലേ? ആ, അതെനിക്ക് അഭിമാനമാണ്. പൈത്തഗോറസേ, മാത്തമാറ്റിക്സിൽ ഞാൻ ഭയങ്കര വീക്കാ. അന്നും ഇന്നും കുറച്ച് ഡൗട്ട്സ് ഒക്കെ ഉണ്ട്, ക്ലിയർ ചെയ്ത് തരണം. ഗണിതശാസ്ത്രത്തിൽ കൂട്ടലും കുറയ്ക്കലും നമുക്കറിയാം, ഗുണനോ ഹരണോ നമുക്കറിയാം. പക്ഷെ ഗണിക്കാത്തത് ചിലത് വന്നു കേറും. അതാ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭാഷ കേട്ടോ? വല്ല മനസ്സിലായോ? ഇല്ല. ഇതാ കുഴപ്പം. കുഴപ്പമാണെന്ന് ഇവനും പറയും, ഇവന്റെ മമ്മിയും പറയും. എന്നിട്ട് എന്നും ഒരു കുമ്പിൾ ഗുളിക എടുത്ത് തിന്നാനും തരും. ഇന്ന് കഴിച്ചു വന്നിട്ട്? ഓ, കഴിച്ചു. എന്നാ മോളോട്ട് പോയിക്കോട്ടോ. ഓ. നിങ്ങൾ പറഞ്ഞത് വെച്ച് നോക്കുമ്പോഴേ ആശുപത്രി കഴിഞ്ഞ് കയറ്റം കയറി വരുമ്പോ വലതുവശത്ത് കാണുന്ന വീട്. ഈ കൊടുവള്ളി അറിയത്തില്ലയോ? ഫേമസ് ആളാ. ഓ, അറിയൂല. സിനിമാക്കാരനാ. എനിക്ക് ഈ സിനിമാക്കാരെന്ന് അറിഞ്ഞൂടാ അണ്ണാ. ഞാനും ഒരു സിനിമാക്കാരനാ കേട്ടോ. സിനിമയിൽ എന്തോന്നിയാണ്? ഓ, ഇപ്പോഴെങ്ങും അല്ല, പണ്ടാ. നമ്മളെ പോലെ അധ്വാനിക്കുന്നവർക്ക് പറ്റിയ പണിയൊന്നും അല്ല ഇത്. ആ, ഇത് തന്നെ വീട്. എത്രയായി? 80. 80? ആ, ഞങ്ങളുടെ ഇവിടെ 40 രൂപയാവൂ. നിങ്ങളെ നാടെവിടെ? തോണിക്കര. തോണിക്കരെ? ഇത് പപ്പനാവന്റെ മണ്ണാണ്. പപ്പനാവനോ? ആ, അതാരാ? അതൊക്കെ അറിഞ്ഞോളും. പപ്പനാവൻ. അപ്പൊ ഇതെല്ലാം പപ്പനാവന്റെയാണ്. ഇത് തുറന്നു കിടക്കുകയാണല്ലോ. ഇവിടെ ആരുമില്ലേ? മക്കളെ ഇറങ്ങി വാ മക്കളെ. കൊച്ചാപ്പനാ. ഏത് കൊച്ചാപ്പൻ? കൊച്ചാപ്പൻ നിങ്ങൾക്ക് അറിയത്തില്ലയോ? ഇല്ല. ഞാൻ കൊച്ചാപ്പനാ മക്കളെ. ഇറങ്ങി വാ, ഗേറ്റ് തുറക്ക്. അത് റിമോട്ടോ, തുറക്കത്തില്ല. റിമോട്ടോ? ഇതെന്തോ ഉണ്ടോ? ഹലോ, ഇവിടെ വേറെ ആരും ഇല്ലേ? ഹലോ, ഇവിടെ ആരും ഇല്ലയോ? മമ്മി, ഈ ഗേറ്റ് ഒന്ന് തുറക്കുമോ? ആരോ വന്നിരിക്കുന്നു. മമ്മി ഒന്ന് നോക്കിയേ. എടാ മോനെ, ഗേറ്റ് ഒന്ന് തുറക്കടാ. എന്തൊരു കൊനഷ്ടൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഓ, ഇത് എവിടായി തുറക്കുന്നത്? ഇവിടെ ആരും ഇല്ലേ? ആരാ? ആൻസി കൊച്ചില്ലയോ?
എവിടുന്നാ? തോണിക്കരയെന്നാ. ആൻസിയുടെ കൊച്ചാപ്പനാ. അൻസിലെ തുറന്നു കൊടുക്ക്. മോനെ വാ തുറക്ക. എപ്പ പോവും? പോകാനോ? ഞാൻ വന്നതല്ലേ ഉള്ളൂ. പോകുന്ന കാര്യം ഒന്നും തീരുമാനിച്ചില്ല. അതറിയണം. എപ്പോഴെപ്പോഴും ഇത് വെച്ച് തുറക്കാനും അടയ്ക്കാനൊന്നും പറ്റില്ല. ആൻസി മോള് പറയുന്നത് വരെ ഞാൻ ഇവിടെ കാണും. തുറന്നാട്ടെ. ആഹാ, ഇത് നല്ല വിദ്യയാണല്ലോ. ഹേയ്, എന്റെ മോളും മരുമനും വലിയ സൗകര്യത്തിലാ ജീവിതം. മോളെ, ആൻസി മോളെ, ആൻസി മോളെ. ആൻസി, ആ ഈ കൊച്ചാപ്പനാരാ? അതപ്പൻ്റെ അനിയൻ. മോളെ, ആൻസി മോളെ. ഇതെങ്ങനെ കണ്ടുപിടിച്ചോണ്ട് വന്നു? മോളെ, ഹ, ഭയങ്കര സെറ്റപ്പാന്നില്ലത്. ആൻസി മോളെ. ആ മോളെ, അപ്പാപ്പൻ കുറെ കറങ്ങി കേട്ടോ. ആദ്യം താമസിച്ച വീട്ടിൽ ചെന്നപ്പോഴേ അത് പൂട്ടിയിട്ടേക്കുക. തൊട്ടപ്പുറത്തെ വീട്ടിൽ ചോദിച്ചപ്പം അവര് കൈമലത്തി. പിന്നെ മുക്കിനിറങ്ങി ചായക്കട ചോദിച്ചപ്പോഴ് ഓ എല്ലാരും കൂടെ അങ്ങ് വളഞ്ഞില്ലയോ. ഓ എന്റെ തല തീ അരിച്ചിട്ടില്ലയോ. ഒരു ഓട്ടോക്കാരൻ പപ്പനാം വന്ന് രക്ഷപ്പെടുത്തിയ എന്നെ ഇവിടെ കൊണ്ടുവിട്ടത്. ഈ കൊടുവള്ളി സാറിനെ എല്ലാവർക്കും അറിയാം കേട്ടോ. ഫേമസാ. ഇതാരാ? അത് അദ്ദേഹത്തിന്റെ വൈഫാ. ആ കണ്ടപ്പോഴേ തോന്നി. ദാ മക്കളെ, അപ്പാപ്പ കുറച്ച് മട്ടൻ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട്. അടുക്കള എവിടെയാ? കൊച്ചാപ്പ. ഓ ഇത് വലിയ അടുക്കളയാണല്ലോ. കൊച്ചാപ്പൻ എന്തിനാ ഇതൊക്കെ വാങ്ങിച്ചോണ്ട് വന്നേ? ഇവിടെ പിള്ളേരിതൊന്നും കഴിക്കത്തില്ല. ഞാൻ കഴിക്കും മോളെ. ഈ മോളെ കണ്ടറിയാം ബിരിയാണി വെക്കാൻ അറിയാമോ? ഞങ്ങൾക്ക് ഈ ആഴ്ച നോയമ്പ. നോമ്പോ? ആ ഇപ്പോഴും? ആ എന്നാ ഞാൻ തന്നെ അടുക്കളയിൽ കയറാം. പക്ഷെ നിങ്ങളെന്നെ സഹായിക്കണം. ആ ചട്ടി വല്ലോ ഇരിപ്പുണ്ടോ ഇവിടെ? അവിടെ അവിടെ. ആ അത് ശരി. ആ ചട്ടി വെക്കാനൊക്കെ പ്രത്യേക മുറിയോ? കൊച്ചപ്പാ എന്നതാ ഇത്? ഈ വല്ലവരുടെ വീട്ടിലോട്ടൊക്കെ കയറി വന്നിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാവോ? വാടക കൊടുക്കുന്നില്ലേ മോളെ? ഇവിടെ നമ്മള് വാടകയ്ക്കല്ല, 2 ദിവസം നിൽക്കാനായിട്ട് അവർ ഇടം തന്നേ ഉള്ളൂ. അവരെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചാലങ്ങനെ? ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണോ? ഞാനേ നല്ല സൂപ്പർ മട്ടക്കറി ഉണ്ടാക്കി ഇവരെയൊക്കെ നെട്ടിക്ക് നോക്കിക്കും. അവിടെ അമ്മച്ചിക്കും ആനിക്കും ഒക്കെ എന്നെ ഉണ്ട് വിശേഷം. ഓ എന്തോന്ന് വിശേഷം. ഇതൊക്കെ തന്നെ വാർത്ത. അവിടെ വലിയ ആഘോഷമല്ലയോ. എന്തൊക്കെ ഇല്ലാ കഥകളാ ഉണ്ടാക്കുന്നതെന്ന് അറിയാമോ? നമ്മുടെ നാട്ടുകാരല്ലയോ. അതെ, ആൻസിയുടെ കൊച്ചാപ്പൻ ആള് കൊള്ളാം. ആൻസി വിളിച്ചു പറഞ്ഞിട്ട് വന്നയാണോ? അയ്യോ അത് വിവരങ്ങൾ അറിഞ്ഞിട്ട് വന്നതായില്ലേ? നിങ്ങക്ക് ബുദ്ധിമുട്ടായി കാണുമല്ലേ? ഞാൻ പറഞ്ഞു വിട്ടോളാം. ഓ അതൊന്നും വേണ്ട. നാളെ ഉച്ച കഴിയുമ്പം വലിയ താത്തയുടെ കുടുംബക്കാര് കോഴിക്കോട്ടുനിന്ന് നിക്കാഹു കൂടാൻ വരും. കുറച്ചു ദിവസം കഴിഞ്ഞേ പോകത്തുള്ളൂ. ഇക്ക പറഞ്ഞില്ലായിരുന്നോ? सर ठीक है सर, आएगा सर, आधा घंटे में आएगा. फिर आने के बाद चेक करेगा, साइन करेगा. ओके सर, ठीक है सर. तुम आ रहेगा सर? ओके सर, താങ്ക് യു. ആരാ? സുധാകർജിയാണോ? അതെ, അവനെ കൊണ്ട് പറയിപ്പിക്കാനുള്ള വാചകങ്ങൾ സുധാകർജി തന്നെ എനിക്ക് മെയിൽ ചെയ്തിട്ടുണ്ട്. സാറ് കൊണ്ടൊന്ന് മാറ്ററുമായിട്ട് അതൊന്ന് ചെക്ക് ചെയ്ത് ക്ലബ് ചെയ്യണം. അതിനെന്താ, ഞാൻ എഴുതിയിരിക്കുന്നേ അല്പം ഡോസ് കൂട്ടിയിട്ടാ. അത് കുഴപ്പമില്ല. ഈ 12 ബേബി എന്തിയെ കാണുന്നില്ലല്ലോ, വിളിച്ചിട്ട് കിട്ടുന്നുമില്ല, സ്വിച്ച് ഓഫാ. ഫ്ലൈറ്റ് മോഡിലായിരിക്കും. മോർണിംഗ് ഫ്ലൈറ്റിൽ ബോംബെയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. ഇന്ന് സുധാകർജിയായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടേ. അതിനിടയ്ക്ക് 12 ബോംബെയിലെത്തിയോ? ഇതിന്റെ സൂത്രധാരൻ മിസ്റ്റർ 12 ബേബി അല്ലേ? അദ്ദേഹത്തിന്റെ ഐഡിയനെ വർക്കൗട്ട് ആണോല്ലോ. ആ ദാ വിളിക്കുന്നുണ്ട്. ഇപ്പൊ ലാൻഡ് ചെയ്ത് കാണും. അനന്തന്റെ സ്റ്റേറ്റ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് അവനെ കൊണ്ട് തന്നെ പോസ്റ്റ് ചെയ്യിപ്പിക്കണം. നമ്മളായിട്ട് ചെയ്താൽ പറ്റില്ലല്ലോ. ആ ബേബിജ അവിടെ എത്തിയോ? ഈ 12 ഇടയ്ക്ക് നിന്ന് കളിക്കുകയാണല്ലോ. അയാൾ നമ്മളെ അറിയിക്കാതാണ് ബോംബെക്ക് പോയിരിക്കുന്നത്. അതങ്ങനാണല്ലോ, ഒറ്റയ്ക്കുള്ള കളിയല്ലേ. നമ്മളൊക്കെ വെറും ടൂൾസ്. ആ കൊടുവള്ളി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അനന്താവാ, കയറുക. അവരെത്തിയിട്ടുണ്ട്.
സാർ ഞാൻ ഒരു ലെറ്റർ പോലെ എഴുതിയിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത പോരെ? അനന്ത അത് ആർക്കും പറ്റുന്ന കാര്യമല്ലേ? തൻ്റെ പേരിൽ എനിക്കും എഴുതാം, എൻ്റെ പേരിൽ തനിക്കും എഴുതാം. അതുപോരാ, വീഡിയോയിൽ ക്യാമറയുടെ മുൻപിൽ പറയണം. വീഡിയോയുടെ ഫുട്ടേജിനാണ് വാല്യൂ ഉള്ളത്. നിങ്ങളുടെ ഭാര്യയുടെ കാര്യം അതല്ലേ വീഡിയോ? അതാണല്ലോ ജനങ്ങൾ കണ്ടത്. മാറ്ററൊക്കെ ഞങ്ങൾ പറഞ്ഞുതരാം. പറയാനുള്ളത് ഞങ്ങൾ എഴുതി ഇദ്ദേഹം പറഞ്ഞാൽ പോരെ? നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ പറഞ്ഞാൽ മതിയോ? ഞങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങൾ എഴുതി തന്നത് നിങ്ങൾ പറയണം. അതാ വേണ്ടത്. സാറേ, വീഡിയോ റെഡിയല്ലേ? റെഡിയാണ്. എന്നാ അനന്ത നമുക്കിതൊന്ന് വായിക്കാം. ഈ പറയുന്ന ആൻസി ഇപ്പോൾ എൻ്റെ ഭാര്യയല്ല. കുറെ നാളായി ഞങ്ങൾ ഒരുമിച്ചല്ല. എന്താ ഇത്? അനന്ത, താനം നിർത്ത്, ഞാനൊന്ന് വായിച്ചോട്ടെ. അവൾ ഫാഷൻ ഡിസൈനിങ് എന്നൊക്കെ പറഞ്ഞ് എവിടെയൊക്കെയോ ആണ്. കുട്ടികളുടെ കാര്യം നോക്കുന്നത് ഞാൻ തന്നെയാണ്. സെർവൻസിനെ വെച്ചാണ് നോക്കുന്നത്. അവൾക്ക് പല പുരുഷന്മാരുമായി വഴിവിട്ട ബന്ധങ്ങളുണ്ട്. ഇതൊന്നും പറയാൻ എനിക്ക് പറ്റില്ല. അവളെ കുറിച്ച് ഇങ്ങനെയൊന്നും പറയാൻ എനിക്ക് പറ്റില്ല. അനന്ത, ഇതൊന്നും നടക്കാത്ത കാര്യങ്ങളല്ലേ? എനിക്ക് പറയാൻ പറ്റില്ല ഇതൊന്നും. എനിക്ക് കൊടുവള്ളി, താനൊന്ന് പറ. എനിക്ക് പറ്റില്ല ഇതൊന്നും. ശരിയാവില്ല. വേണ്ട, മാറ്റർ ക്ലോസ് ചെയ്തോ. പക്ഷെ നിങ്ങൾ വാങ്ങിച്ച 5 ലക്ഷം രൂപ ഇൻട്രസ്റ്റ് ഉൾപ്പെടെ ദേ ഇപ്പോ ഈ നിമിഷം ഈ ടേബിളിൽ വെക്കണം. എനിക്ക് ഒരു 2 മാസത്തെ അവധി തന്നാൽ മതി. പലിശ സഹിതം ഞാൻ സെറ്റിൽ ചെയ്തോളാം. 2 മാസവും? ഒരു നിമിഷം പോലും സാവകാശം തരില്ല. നിങ്ങൾ കാരണം ഒരു മാസം വരെ ഞാനിവിടെ ക്യാമ്പ് ചെയ്യുകയാണ്. സുധാകർജി എത്ര തവണ ഫ്ലൈറ്റ് പിടിച്ച് വന്നു എന്നറിയാമോ? അതിന് എത്ര രൂപ ചെലവാണെന്നറിയാമോ? നിങ്ങളുടെ പാർട്ട്ണർഷിപ്പിൽ വർക്ക് ചെയ്യാനുള്ള ഗതികേട് സുധാകർജിക്കോ ചാച്ചാജി ഫിലിംസിനോ ഇല്ല. ഈ കൊടുവള്ളി സാറ് നിങ്ങൾക്ക് വേണ്ടി ഇത്ര സ്ട്രോങ് ആയി പറഞ്ഞുകൊണ്ടാ ഞങ്ങൾ ഇടപെട്ടതും ദാ ഇപ്പോ അനന്തന് വേണ്ടി സംസാരിക്കുന്നതും. അനന്ത, അവര് പറയുന്നതൊക്കെ ശരിയല്ലേ? അനന്ത ഒന്നീ വന്നേ, വാ, ഞാനൊന്ന് പറയട്ടെ. അതൊന്നും ശരിയാവില്ല. ഞാനതൊന്നും പറയില്ല. അനന്ത ഇങ്ങോട്ട് വാ, സാർ അതിഞ്ഞ് തന്നേ. എടോ, എന്ത് കണ്ടിട്ടാടോ പലിശ ഉൾപ്പെടെ താൻ കൊടുക്കാന്ന് പറയുന്നേ? ഒരു കിടപ്പാടം പോലും ഇല്ലാതെ കഷ്ടപ്പെടുക, പിന്നെങ്ങനെ? അവര് പറയുന്ന പോലെ എനിക്ക് പറയാൻ പറ്റുമോ? കൊടുവള്ളി പറ, ഞാൻ അങ്ങനെയാണോ അവളുമായിട്ട് ജീവിക്കുന്നത്?